നമസ്കാരം. കെസിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ 86ാമത് കനകമല നോമ്പുകാല തീർത്ഥാടനം മാർച്ച് 2 ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവമാലിന്യ സംസ്കരണ ഉപാധിയായ ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്തു. പുതിയതായി തിരഞ്ഞെടുത്ത ചാലക്കുടി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവിക്ക് ചാലക്കുടി പ്രസ് ഫോറം ആദ്യ സ്വീകരണമൊരുക്കി. ചാലക്കുടിയിലെ ദേശീയോത്സവമായ ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് 1 മുതൽ 3 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, മെമ്പർമാരായ MM ഗോപാലൻ, ബിജി ഡേവിസ്, ഷിനി ജെയ്സൺ, സജനി സന്തോഷ്, നിർവഹണ ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 13 ലാപ്ടോപ്പുകളാണ് വിതരണം ചെയ്തത്. ഈ വിതരണ ഉദ്ഘാടന പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീ KG രജീഷ്, അധ്യക്ഷത വഹിച്ച ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിവ്യ ഷാജു, മറ്റ് ജനപ്രതിനിധി സുഹൃത്തുക്കൾ, ഈ പദ്ധതിയുടെ നിർവഹണം ഇരിങ്ങാലക്കുട രൂപതയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ 86ാമത് കനകമല നോമ്പുകാല തീർത്ഥാടനം മാർച്ച് 2 ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചിറ്റിലപ്പള്ളി സെന്റ് റീത്ത ദേവാലയത്തിൽ നിന്നും ഉച്ചകഴിഞ്ഞ് 2:30 ഫാദർ ജോളി ചിറമേൽ തെളിയിക്കുന്ന ദീപശിഖ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിവിധ ദേവാലയങ്ങളുടെ സ്വീകരണങ്ങൾക്കു ശേഷം 6 മണിയോടുകൂടി കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ദീപശിഖ ഏറ്റുവാങ്ങി കുരിശുമുടിയിൽ പ്രതിഷ്ഠിക്കുന്നതോടെ ഈ വർഷത്തെ നോമ്പുകാല തീർത്ഥാടനം ആരംഭിക്കും. തീർത്ഥാടന കാലയളവായ മാർച്ച് 2 മുതൽ ഏപ്രിൽ 27 വരെ എല്ലാ ദിവസങ്ങളിലും കുരിശുമുടിയിലെത്തുന്ന തീർത്ഥാടകർക്ക് സൌജന്യ നേർച്ച ഭക്ഷണവും കുടിവെള്ളവും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിട്ടുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. ദേവാലയ റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, ട്രസ്റ്റി ജോജു ചുള്ളി, PRO ഷോജൻ വിധേയത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട ജോളി ചെറമലച്ചനാണ് ദീപശിഖ തെളിയിച്ച് നൽകുക. അവിടെ നിന്ന് അനേകം വാഹന അകമ്പടിയോടുകൂടെ മുക്കാട്ടുകര ദേവാലയം, കൊടകര ഫൊറോവന ഇടവക, വല്ലപ്പാടി ഇടവക അവിടെയൊക്കെ ദീപശിഖ കയറ്റി ഏകദേശം വൈകിട്ട് 6 മണിയോടുകൂടെ കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദീപശിഖ എത്തിച്ചേരുന്നു. അതേ തുടർന്ന് ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ അഭിമന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് ആ ദീപശിഖ ഏറ്റുവാങ്ങി ദേവാലയത്തിൽ ദീപം തെളിച്ച് തുടർന്ന് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. വരുന്നവരുടെ പരിരക്ഷ, അവരുടെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ നമ്മൾ പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ വേണ്ടി വരുന്നവർക്ക് അവിടെ നല്ല ഒരു പാലം തന്നെ നിർമ്മിച്ച് ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഈ ഞായറാഴ്ച, അതായത് തീർത്ഥാടനം ആരംഭിക്കുന്ന ഞായറാഴ്ച കാലത്ത് 8 മണിക്ക് തന്നെ MLA അത് ഉദ്ഘാടനം ചെയ്യും. നോമ്പുകാലം തുടങ്ങുന്നതിന് മുൻപുള്ള എല്ലാ ആളുകളും ഒരു വിശദീകരണ യോഗമൊക്കെ കഴിഞ്ഞ് വിശദീകരണ ധ്യാനം കഴിഞ്ഞ് ഒരു വിശുദ്ധിയുടെ നടുവിലാണ്. എല്ലാവരും ഭക്തജനങ്ങളതിനു വേണ്ടി ഒരുങ്ങിയിട്ടാണ്. വരുന്ന ആളുകൾ ഏകദേശം 1 ലക്ഷം ആളുകളെയാണ് കണക്കാക്കണം. അവർക്ക് വേണ്ട ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവമാലിന്യ സംസ്കരണ ഉപാധിയായ ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്തു.
കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, മെമ്പർമാരായ KV നന്ദകുമാർ, MM ഗോപാലൻ, പ്രനില ഗിരീശൻ, ധന്യ CS, ബിജി ഡേവിസ്, പഞ്ചായത്ത് PEO മനേഷ് CK എന്നിവർ പ്രസംഗിച്ചു. ബൊക്കാഷി ബക്കറ്റിന്റെ ഉപയോഗ രീതികളെക്കുറിച്ച് ഗോപിനാഥ് വിവരിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥരായ സുമ, ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ, ഹരിതകർമ്മസേന അക്കൌണ്ടന്റ് ഹഫ്സ ഷാജഹാൻ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഈ പറയുന്ന സംവിധാനത്തിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ എന്താവും, പുഴു വരും, ഭയങ്കര സ്മെല്ലും വരും, ഇത് മോശമാവുകയും നിങ്ങളെന്ത് പറയും, പഞ്ചായത്തിൽ തന്ന സംവിധാനം വളരെ മോശമാണ്. ഇത് കൃത്യമായി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഗൃഹാന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് നമുക്ക് എപ്പോഴും വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. പല ഉപാധികൾ ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്തുകളൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഇപ്പം മുമ്പുണ്ടായിരുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ. ചാലക്കുടിയിലെ ദേശീയോത്സവമായ ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് 1 മുതൽ 3 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് നോർത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കോട്ടപ്പടി സുരേന്ദ്രനും സംഘവും അണിനിരക്കുന്ന നാദസ്വരം, വർണ്ണക്കാവടി, മറ്റ് കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തും. നാദലയം 2025ന്റെ ഭാഗമായി വൈകിട്ട് 7 മണിക്ക് ഗാനമേള, തുടർന്ന് മിമിക്രി കലാകാരൻ മഹേഷ് കുഞ്ഞുമോന്റെ പ്രകടനവും. 2ാം ദിവസം ആനച്ചമയ പ്രദർശനം. 3ാം തീയതിയാണ് മഹോത്സവം. രാവിലെ നിർമ്മാല്യ ദർശനം, ക്ഷേത്ര ചടങ്ങുകൾ. ഉച്ചയ്ക്ക് 11 മണിക്ക് ആനയൂട്ട്, 12 മണിക്ക് ക്ഷേത്രത്തിൽ കതിനവെടി, ഉച്ചയ്ക്ക് 3 മണി മുതൽ കാഴ്ചശീവേലി, നാദസ്വരം, പഞ്ചവാദ്യം, ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാർ പാണ്ടിമേളം, നിർമാല്യം, ചുറ്റുവിളക്ക്, വർണ്ണമഴ. രാത്രി 7 മണി മുതൽ വിവിധ കരകളിൽ നിന്ന് താലിവരവ്, താലി സമർപ്പണം, നൃത്തനാടകം. രാത്രി 12 മണിക്ക് അശ്വതിരാവ് എഴുന്നള്ളിപ്പ്, മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവയാണ് പ്രധാന പരിപാടികൾ. തിരുവാണിക്കാവ് രാജഗോപാൽ ഭഗവതിയുടെ തിടമ്പേറ്റും. പിതൃക്കോവിൽ പാർത്ഥസാരഥി, മനുസ്വാമി മഠം വിനായകൻ, മനു നാരായണൻ, അക്കിക്കാവ് കാർത്തികേയൻ എന്നിവരാണ് മറ്റാനകൾ. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KM ഹരിനാരായണൻ, അമ്പാടി ഉണ്ണികൃഷ്ണൻ, K ഗുണശേഖരൻ, മൂഴിക്കൽ വിജയൻ, G ബാബു, KK ശങ്കരൻകുട്ടി, N ശിവശങ്കരൻ, രവി രാമചന്ദ്രൻ, KK രാജൻ, GK നായർ, MC ഉണ്ണികൃഷ്ണൻ, സുനിൽ കുമാർ, MC ഗോപികൃഷ്ണൻ, രാകേഷ് വി മേനോൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ കണ്ണമ്പുഴ താലപ്പൊലി മാർച്ച് 3-ാം തീയതിയാണ്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ 1, 2, 3 തീയതികളിലായിട്ടാണ് ആഘോഷം നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ടാണ് ഈ തവണയും നമ്മൾ പരിപാടികൾ സജ്ജീകരിച്ചിട്ടുള്ളത്. 5 ആന, അതുപോലെ തന്നെ മേളം, പഞ്ചവാദ്യം. 1-ാം തീയതി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച യുവജന വിഭാഗം നടത്തുന്ന കാവടിയാട്ടം, നാദസ്വര കച്ചേരി ഉൾപ്പെടെയുള്ള പരിപാടി ഈ തവണ നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്നത്. ചാലക്കുടി നഗരസഭയുടെ പുതിയ വൈസ് ചെയർപേഴ്സണായി C ശ്രീദേവിയെ തെരഞ്ഞെടുത്തു. ചെയർമാൻ ഷിബു വാലപ്പന്റെ മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചാലക്കുടി DFO അർജുൻ പാണ്ഡ്യൻ വരണാധികാരിയായിരുന്നു. പാർട്ടി ധാരണയനുസരിച്ച് നിലവിലുണ്ടായിരുന്ന വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ വൈസ് ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അംഗങ്ങൾ DCC ഓഫീസിൽ വെച്ച് നടത്തിയ വോട്ടെടുപ്പിൽ തുല്യത വന്നതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ വൈസ് ചെയർപേഴ്സൺ ആരെന്ന് തീരുമാനിക്കുകയായിരുന്നു. യോഗത്തിൽ ചെയർമാൻ ഷിബു വാലപ്പൻ, മുൻ ചെയർമാൻമാരായ VO പൈലപ്പൻ, എബി ജോർജ് എന്നിവർ സംസാരിച്ചു. C ശ്രീദേവി 28 വോട്ടും LDF സ്ഥാനാർത്ഥി ബിജി സദാനന്ദന് 6 വോട്ടുകളും ലഭിച്ചു. ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട C ശ്രീദേവി എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസം ആൾക്കാരെൻ്റെ കൂടെ നിൽക്കുന്ന ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവരും എനിക്ക് വേണ്ടി വളരെ ഈ ചെയർമാൻ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരോട് പ്രത്യേകിച്ച് നന്ദി പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഇതിലിപ്പോൾ പുതിയതായി തിരഞ്ഞെടുത്ത ചാലക്കുടി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവിക്ക്
ചാലക്കുടി പ്രസ് ഫോറം ആദ്യ സ്വീകരണമൊരുക്കി. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ഷിബു വാലപ്പൻ, കൌൺസിലർമാരായ VO പൈലപ്പൻ, MM അനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, N കുമാരൻ, പ്രസ് ഫോറം സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, ട്രഷറർ റോസ്മോൾ ഡോണി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, വിൽസൺ മേച്ചേരി, KN വേണു, ലാലുമോൻ ചാലക്കുടി എന്നിവർ സംസാരിച്ചു. KK ഷാലി, അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, മധു ചിറക്കൽ, ആഷിൻ പോൾ, ലിക്സൺ വർഗീസ്, ഡിനോ കൈനാടത്ത്, വിബി സമ്പാളൂർ എന്നിവർ നേതൃത്വം നൽകി. പ്രസവത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ സ്നേഹവും ഉള്ളൊക്കെ ഒരുപാട് ലഭിച്ചൊരു വ്യക്തിയാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ചാലക്കുടി നഗരസഭ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭകളിൽ ഒന്നാണ്. ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ദീർഘവീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോകുന്ന, വളരെ ചരിത്ര പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഇനി ഒരുപാട് വികസന സാധ്യതകളുള്ള, എറണാകുളവും മെട്രോ നഗരവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരുപാട് സാധ്യതകളുള്ള ഒരു നഗരസഭയാണ് ചാലക്കുടി നഗരസഭ. ഒരു വലിയ പാരമ്പര്യം, ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ഒരുപാട് നഗരസഭയുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച് അതിനുശേഷം ആ അനുഭവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പൊതുരംഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് ചാലക്കുടി നഗരസഭയിൽ 9 വർഷക്കാലം ജനപ്രതിനിധിയായി പ്രവർത്തിച്ച് ഇവിടുത്തെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ച് പൊതുരംഗത്ത് രാഷ്ട്രീയത്തിന് അതീതമായി ചാലക്കുടിയിലെ ജനങ്ങളെ സ്നേഹിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത അനുഭവ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് ചാലക്കുടിയുടെ നഗരസഭയിൽ ഉപാധ്യക്ഷയായിട്ട് ചേച്ചി കടന്നു വരുന്നത്. കാടുകുറ്റി ചെറുവാളൂർ മൃഗാശുപത്രി പടിയിൽ 2000 കെട്ട് വൈക്കോൽ കയറ്റിവന്ന ലോറി ഇലക്ട്രിക് ലൈനിൽ തട്ടി തീപിടിച്ചു. ചാലക്കുടി സ്റ്റേഷൻ ഓഫീസർ PG ദിലീപ് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PO വർഗീസ്, ഹരിലാൽ VT, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രതീഷ് PR, ശ്യാം മോഹൻ, അനിൽ മോഹൻ, രോഹിത് K ഉത്തമൻ, സുരാജ് കുമാർ, അഖിൽ R നായർ, മിഥുൻ PS, ഹോംഗാർഡുമാരായ TA ജോസ്, KS അശോകൻ എന്നിവർ ചേർന്ന് തീയണച്ചു. 1 മണിക്കൂർ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് തീ കെടുത്താനായത്. വളരെ പെട്ടെന്ന് തന്നെ തീ അണച്ചതിനാൽ വാഹനത്തിലേക്ക് തീ പടർന്നില്ല. വൈക്കോൽ ഏറെക്കുറെ കത്തി നശിച്ചു. മുൻകരുതലായി മാള സ്റ്റേഷനിൽ നിന്നും വാഹനവും ക്രൂവും സഹായത്തിനായി എത്തിയിരുന്നു. കിണറ്റിൽ വീണ പോത്തും കുട്ടിക്ക് രക്ഷകരായി ഫയർഫോഴ്സ് സേനാംഗങ്ങളും നാട്ടുകാരും. കൊടകര കാരൂർ സ്വദേശി വാഴവളമുറിക്കൽ സന്തോഷിന്റെ പോത്തുകുട്ടിയാണ് സമീപത്തെ കിണറ്റിൽ വീണത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിയോടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് അധികൃതരെ വിവരമറിയിച്ചു. നാട്ടുകാരുടെയും സംയുക്ത ഫലമായി പോത്തിൻകുട്ടിക്ക് ജീവൻ തിരിച്ചുകിട്ടി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം നാട്യ 2025 സിനിമാ നടൻ TG രവി ഉദ്ഘാടനം ചെയ്തു. ആഫ്രിക്കൻ പ്രതിനിധി ബൈറോൺ വിശിഷ്ടാതിഥിയായിരുന്നു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, സ്കൂൾ മാനേജർ O സുമേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് VV നാരായണൻ, നിഷ രാജേഷ്, രവീണ അംബരീഷ് എന്നിവർ സംസാരിച്ചു. ഈ അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് സമ്മാന വിതരണം നടത്തി. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,960 രൂപ, പവന് 66,680 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ 86ാമത് കനകമല നോമ്പുകാല തീർത്ഥാടനം മാർച്ച് 2 ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവമാലിന്യ സംസ്കരണ ഉപാധിയായ ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്തു. പുതിയതായി തിരഞ്ഞെടുത്ത ചാലക്കുടി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവിക്ക് ചാലക്കുടി പ്രസ് ഫോറം ആദ്യ സ്വീകരണമൊരുക്കി. ചാലക്കുടിയിലെ ദേശീയോത്സവമായ ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് 1 മുതൽ 3 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.